കനിയണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, അവർ ആരെപ്പോലെയാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ. എന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു. അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ, ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. കർത്താവിന്റെ സുവിശേഷം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗോള തിരുസഭ പറക്കും വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1603 കുപ്പർത്തീനോ എന്ന സ്ഥലത്തെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് പറക്കും വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ ജനിച്ചത്. എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. മണ്ടനെന്ന് വിളിച്ച് അപമാനിച്ച് കൂട്ടുകാർ മാറ്റി നിർത്തി. കുടുംബത്തിന് അപമാനമാണെന്ന് പറഞ്ഞ് കുടുംബവും മാറ്റി നിർത്തി. എഴുതാനും വായിക്കാനും അറിയാത്ത ജോസഫ് അതിന്റെ പേരിലും അപമാനങ്ങൾ ഒരുപാട് സഹിച്ചു. ആർക്കും വേണ്ടാത്തവരെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. ജോസഫിനെ ആ ദൈവം ഉയർത്തി അൾത്താരവണക്കത്തിന് യോഗ്യനാക്കി. വിശുദ്ധന്റെ ഈ തിരുനാൾ ദിനം നമുക്ക് അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഗലീലിയിലെ ഒരു ചെറിയ പട്ടണത്തിലെ തിരക്കേറിയ ഒരു ചന്തയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. തങ്ങളുടെ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരാൽ നിറഞ്ഞ പൊടി നിറഞ്ഞ ഒരു തെരുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞ ഒരു തലമുറയോടുള്ള മറുപടിയാണ് ഈ വചനഭാഗത്ത് നാം കാണുക. അപ്പവും വീഞ്ഞും ഭക്ഷിക്കാതെ ദൈവത്തിന് വഴിയൊരുക്കാൻ മാത്രമായി വന്ന യോഹന്നാനെ അവർ വിളിച്ചത് പിശാചുബാധിതൻ എന്നായിരുന്നു. ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി ക്രിസ്തു വന്നപ്പോൾ അവിടുത്തെ അവർ ഭോജനപ്രിയനെന്നും മദ്യപനെന്നും വിളിച്ചു. അങ്ങനെ എന്തിലും കുറ്റം കാണുന്ന ഒരു ജനത. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഇത്തരം മനുഷ്യരെ ധാരാളം കാണാൻ കഴിയും. എത്രയൊക്കെ നന്മ ചെയ്താലും തെറ്റുകുറ്റങ്ങളിൽ മാത്രം കണ്ണുകൾ ഉടക്കി നിൽക്കുന്നവർ. ഇതിനെയെല്ലാം ഈ വചനഭാഗത്ത് ക്രിസ്തു വിമർശിക്കുകയാണ്. നമുക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണത്. ഓരോ ക്രൈസ്തവനും തന്റെ ജീവിതത്തിൽ സത്യത്തെ കൂട്ടുപിടിച്ച് ജീവിക്കേണ്ടവരാണ്. ഇല്ലെങ്കിൽ അസത്യവാദികൾ ശക്തരാവുകയും സത്യത്തെ കൂട്ടുപിടിക്കുന്നവർ ബലഹീനരായി പിന്നോക്കം വരേണ്ടതായും വരും. ക്രിസ്തു എന്നും സത്യത്തിനായി നിലനിന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുരിശിനെ വഹിക്കാൻ ക്രിസ്തു തയ്യാറായതും. സത്യത്തെ കൂട്ടുപിടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അനീതിയുടെ മാർഗങ്ങളെ പുൽകാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് നമ്മിലും ക്രൈസ്തവ മൂല്യം വളരുന്നത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.